and the life. No one comes to the Father but by me. John chapter 14, verse 6. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജെറോമിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഈ ക്രിസ്മസ് നാളുകളിൽ ധ്യാനിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ജെറോം ഏതാണ്ട് 26 വർഷത്തോളം ഒരു ഗുഹയിലിരുന്ന് ബൈബിൾ വിവർത്തനം ചെയ്ത വിശുദ്ധനാണ്. വിശുദ്ധ ജെറോം 26 വർഷത്തോളം ഈ ഗുഹ ബെത്ലഹേമിലെ ഗുഹയാണ്. ഈശോ ജനിച്ച ബെത്ലഹേമിൻ്റെ അടുത്ത് ഇന്നും പോകുമ്പോൾ വിശുദ്ധ ജെറോമിൻ്റെ ഗുഹ കാണാം. ആ ഗുഹയുടെ ഒരു ഭാഗം തുറന്നു നോക്കിയാൽ ഒരു കല്ല് വെച്ച് അടച്ചിരിക്കുകയാണ്. അത് തുറന്നാൽ ഈശോ ജനിച്ച ആ സ്ഥലവും കാണാം. ഈശോയുടെ നേറ്റിവിറ്റി പ്ലേസ്, ഈശോ ജനിച്ച സ്ഥലം കാണാം. അപ്പോൾ ഈ വിശുദ്ധ ജെറോം 26 വർഷക്കാലം ബൈബിൾ വിവർത്തനം ചെയ്യാൻ സഭ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആദ്യ നൂറ്റാണ്ടിലാണ്, ഒരു താപസനാണ്. നമുക്കറിയാം, വിശുദ്ധ ജെറോം നിരവധി പാഷണ്ഡതകളെയൊക്കെ ജയിക്കാൻ തക്കവണ്ണം സഭയെ വളർത്തിയ സഭാശ്രേഷ്ഠനാണ്, വിശുദ്ധനാണ്. അദ്ദേഹം തൻ്റെ ജീവിതം വളരെ ത്യാഗോജ്വലമായി ഉപവാസവും പ്രാർത്ഥനയും തപശ്ചര്യകളും പ്രായശ്ചിത്ത പ്രവൃത്തികളുമൊക്കെയായി ജീവിച്ച ആളാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ബൈബിൾ വിവർത്തനം ചെയ്തു. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത ആളാണ് ആര്? വിശുദ്ധ ജെറോം. അപ്പം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്ക്, ബൈബിളിൻ്റെ ഗ്രീക്ക് ഭാഷയുടെ പേരാണ് സെപ്തുജിന്ത്. അത് ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ലത്തീൻ ഭാഷയുടെ പേരാണ് വുൾഗാത്ത. അപ്പോൾ ഈ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രലോഭനങ്ങളുണ്ടായി. ഒന്നാമത്തെ പ്രലോഭനം, ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ ഇനിയും സഭ ഇത് അംഗീകരിക്കാതിരുന്നാലോ? മാർപ്പാപ്പ ഇതിനെ വായിച്ചിട്ട് ചവറ്റുകുട്ടയിലോട്ട് എഴുതിയാലോ? ഈ വിവർത്തനം ശരിയായില്ല എന്ന് പറഞ്ഞാലോ? അത് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. 1-2 വർഷം അല്ല 26 വർഷം തപസ്സനുഷ്ഠിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം വെറുതെയാകും. ഇന്ന് ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നുമില്ല. ഇന്നത്തെ പോലെ അങ്ങനെ ധാരാളം ഒരു ആൾക്കാരെയൊന്നും വെച്ചല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഒറ്റയ്ക്കിരുന്നത് വായിച്ചിട്ട് കർത്താവ് കൊടുക്കുന്ന വെളിപാടനുസരിച്ച് ഓരോ വാക്കും ഇങ്ങനെ വിവർത്തനം ചെയ്യണം. ചില വാക്കുകളൊക്കെ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ആ വാക്ക് സെപ്തുജിന്ത് ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ, സെപ്തുജിന്ത് ബൈബിളിൽ അത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നത് തായിറേ കെക്കറിത്തോമനെ എന്നൊരു വാക്കാണ്. തായിറേ കെക്കറിത്തോമനെ. അത് പാസ്റ്റ് ടെൻസ് ആണോ, പ്രസൻറ്റ് ടെൻസ് ആണോ, കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ കൃപ അനാദികാലം മുതലേ പുറപ്പെട്ട് ഒരു വ്യക്തിയെ കേന്ദ്രമാക്കി ആ കൃപ ഒഴുകി ആ വ്യക്തിയിൽ വന്ന് നിറഞ്ഞതിന് ശേഷം ആ കൃപ പിന്നെയും അനന്തതയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഇതിനെ എങ്ങനെ വിവർത്തനം ചെയ്യാൻ പറ്റും? അതായത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ കൃപ എന്ന് പറയുന്നത്, ആ കൃപ നിസ്സാരമായ ഒരു കൃപയല്ല. ഇതൊരു പാത്രത്തിൽ കിട്ടിയ വെള്ളം കണക്കെയല്ല കൃപ, മറിച്ച് ഈ കൃപയ്ക്ക് ഒരു തുടക്കമുണ്ട്. ആ കൃപ ഒഴുകുന്നതാണ്. ആ കൃപ ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കി ചരിത്രത്തിൽ ഒഴുകപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേരാണ് മറിയം. അവളിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ഇന്നും അനന്തതയിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴിങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ല. സംശയം ചോദിക്കാൻ ആരുമില്ല. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് എഴുതുക. അദ്ദേഹം ആ വാക്കിന്
എഴുതിയ ലാറ്റിൻ വാക്കാണ് ഗ്രാസിയ പ്ലേന എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞവളെ സ്വസ്തി. അതുകൊണ്ടാണ് ലത്തീൻ സഭയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നത്. പൗരസ്ത്യ സഭകളിൽ അത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ് പറയുക. അപ്പം അതുകൊണ്ടാണ് ഒന്നൊരു ഗ്രീക്ക് ഭാഷയുടെ ഒരു പിൻബലമുണ്ട്, ഒന്നൊരു ലാറ്റിൻ ഭാഷയുടെ. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഒന്നാമത്തെ പ്രലോഭനം ഇതായിരുന്നു, ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അംഗീകരിക്കപ്പെടുമോ, ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഈ പുസ്തകം അംഗീകരിക്കപ്പെടുമോ, അതായിരുന്നു ഒന്നാമത്തെ പ്രലോഭനം. രണ്ടാമത്തെ ഒരു പ്രലോഭനം അതെല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പിശാച് പിടിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിശാച് ആക്രമിക്കും വിവിധ തരം പ്രലോഭനങ്ങളുമായി. അദ്ദേഹം ചിന്തിച്ചു, എന്തിന് ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ, എന്തിനിങ്ങനെ ഉപവസിക്കണം, എന്തിനിങ്ങനെ ഒറ്റയ്ക്ക് കഴിയണം. അപ്പോൾ ഈ ലോകത്തിൻ്റെതായ അധികാരി അവൻ്റേതായ എല്ലാ പ്രലോഭനങ്ങളും വെച്ച് നീട്ടും. ഈശോയ്ക്ക് പോലും അതുണ്ടായി. അപ്പത്തിൻ്റെ പ്രലോഭനം, വിശപ്പിൻ്റെ പ്രലോഭനം, അത് ശരീരത്തിൻ്റെ വിശപ്പ്, പലതരങ്ങളിലുള്ള വിശപ്പ്, അത് ഈ ലോകത്തിൻ്റെ മാസ്മരികമായ പണവും പ്രതാപവും പ്രൗഢിയുടെയും അധികാരത്തിൻ്റെയും വിശപ്പ്, അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാട്ടാനുള്ള, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി കയ്യടി വാങ്ങിക്കാനുള്ള പ്രലോഭനങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രലോഭനങ്ങൾ ജെറോമിനും ഉണ്ടായി. അപ്പം അദ്ദേഹം വിശുദ്ധ ജെറോം ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ചു. അദ്ദേഹത്തിന് ആ ഗുഹയിൽ ഒരു പാവപ്പെട്ട അമ്മച്ചി ഒരു നേരം ഭക്ഷണം കൊണ്ട് കൊടുക്കും. അതും കഴിച്ച് അവിടെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകം മുഴുവനും, അന്നത്തെ ചുരുളുകളാണ്, വലിയ ഭാണ്ഡങ്ങൾ നിറയെ ചുരുളുകൾ, അദ്ദേഹം എഴുതി 26 വർഷത്തെ തൻ്റെ തപസ് പൂർത്തിയാക്കി. അങ്ങനെ അദ്ദേഹം തിരികെ ഈ പുസ്തകം റോമിന് സമർപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സഭയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്ത് മടങ്ങുമ്പോൾ അന്ന് ഒരു ക്രിസ്മസ് രാത്രിയായിരുന്നു. ആ ക്രിസ്മസ് രാത്രിയിൽ അദ്ദേഹം വിശുദ്ധ കുർബാനയൊക്കെ ആ ഗുഹയിൽ അർപ്പിച്ചതിന് ശേഷം, കാരണം ഈശോ ജനിച്ചത് ആ ഗുഹയിലാണ്, അവിടെ ബലിയൊക്കെ അർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ജെറോം വേദനയോടെ ഇങ്ങനെ പ്രാർത്ഥനയോടെ, കാരണം ഈ പുസ്തകം അംഗീകരിച്ചില്ലെങ്കിൽ തീർന്നു ജീവിതം. അങ്ങനെ വളരെ സങ്കടത്തോടെ, എന്നാൽ ആ തിരുനാളിൻ്റെ കുർബാനയൊക്കെ ഒറ്റയ്ക്ക് അർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം മെല്ലെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. ആ രാത്രി അദ്ദേഹം കണ്ട ദർശനം, ഈ ബലിപീഠത്തിങ്കൽ ദാ ഉണ്ണി ഈശോ ഇരിക്കണം. വിശുദ്ധൻ വല്ലാതെ സന്തോഷിച്ചു, എന്നാൽ ഒപ്പം വല്ലാത്ത ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. ചോദിച്ചു, എവിടായിരുന്നു നീ ഇത്രയും നാള്? ഈ 26 വർഷം ഞാൻ ഈ ദുരിതം അനുഭവിച്ചു, ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ എൻ്റെ ദൈവമേ നീ എവിടായിരുന്നു? ഉണ്ണീശോ പറഞ്ഞത്രേ, ജെറോമേ വിഷമിക്കാതെ ഞാനുണ്ടായിരുന്നു. ഇപ്പം ജെറോം ചോദിച്ചു, എവിടെ ഉണ്ടായിരുന്നെന്നാണ്? എൻ്റെ പ്രലോഭനങ്ങളിൽ, എൻ്റെ കണ്ണുനീരിൽ, എൻ്റെ ജീവിതത്തിൻ്റെ നിരാശകളിൽ, ഞാൻ അനുഭവിച്ച ഈ പ്രലോഭന ജീവിതത്തിൽ നീ എവിടെയായിരുന്നു? നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു കരഞ്ഞു, പ്രാർത്ഥിച്ചു, ഒരു തവണയെങ്കിലും നീ വന്നു പ്രത്യക്ഷപ്പെട്ടോ? ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ദേ വന്നിരിക്കുന്നു. അപ്പോൾ ഉണ്ണീശോ പറഞ്ഞത്രേ, ജെറോമേ ഒന്നുമല്ലേ, ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ, നീ ചൂടാവാതെ, ഇന്നെൻ്റെ പിറന്നാളല്ലേ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജെറോം സങ്കടത്തോടെ പറഞ്ഞത്രേ, കർത്താവേ അങ്ങേക്ക് ഞാൻ എന്താണ് തരേണ്ടത്? അപ്പോൾ ഈശോ പറഞ്ഞു, അതെ, എൻ്റെ ബർത്ത്ഡേക്ക് നീ എന്ത് സമ്മാനമാണ് എനിക്ക് തരിക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവേ 26 വർഷത്തെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ബൈബിൾ, ഞാനിത് നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞു. ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരട്ടെ. അപ്പോൾ ഉണ്ണീശോ പറഞ്ഞു, ആ ബൈബിളൊക്കെ നിൻ്റെ ഇരിക്കട്ടെന്ന്. ബൈബിളൊക്കെ നിൻ്റെ ഇരിക്കട്ടെ. പിന്നെയും ചോദിച്ചു, കർത്താവേ ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ തരട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളെ തരട്ടെ, പുണ്യങ്ങളെ, കുറച്ച് പുണ്യങ്ങളൊക്കെ ഉണ്ട് തരട്ടെ, ഉപവാസം,
പ്രാർത്ഥന. അപ്പോൾ ഈശോ പറഞ്ഞത്രേ, അത് നിന്റെ കയ്യിലിരിക്കട്ടെ. വേദനയോട് കണ്ണുനീരോടെ വിശുദ്ധൻ ചോദിച്ചു, പിന്നെന്താ കർത്താവേ ഞാൻ നിനക്ക് തരണ്ടേ? എന്ത് സമ്മാനമായി പുൽക്കൂട്ടി ഞാൻ നിനക്ക് തരണ്ടേ? അപ്പോൾ വിശുദ്ധ ജെറോമിനോട് ഈശോ പറഞ്ഞത്രേ, ജെറോമേ, ക്യാൻ യു ഗീവ് മീ യുവർ ഷോർട്ട് കമ്മിങ്സ്, യുവർ ടെംപ്റ്റേഷൻസ്, യുവർ സിൻസ്? നിന്റെ പാപങ്ങൾ എനിക്ക് തരാവോ? നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എനിക്ക് തരാവോ? നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ദുരിതങ്ങൾ എനിക്ക് തരാമോ? ഈ പ്രലോഭനങ്ങളെ എനിക്ക് തരാമോ? ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം നമ്മൾ നമ്മുടെ പാപങ്ങളെ, കുറവുകളെ അവന് കൊടുക്കുക എന്നുള്ള. ഇത് മാത്രമേ അവനെ പ്രീതിപ്പെടുത്തുകയുള്ളൂ. ബാക്കി എന്തെല്ലാം കൊടുത്താലും ഈശോ തൃപ്തിപ്പെടില്ല. അവന് വേണ്ടത് ഞാൻ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും അവൻ്റെ മേൽ വെച്ച് കൊടുക്കണം. അതാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. കാരണം മത്തായി 1:21 വചനം പറയുകയാണ്, സകല ലോകത്തിൻ്റെയും സദ്വാർത്ത ഇതാ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, അവൻ മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതാണ് രക്ഷകൻ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാമോ? അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു എന്ന് പറഞ്ഞാൽ ഇതിനാണ് വന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. 10 സെന്റ് സ്ഥലം തരാനല്ല, വിസ റെഡിയാക്കാനല്ല, വഴി വെട്ടിത്തരാനല്ല, വീട് വെച്ച് തരാനല്ല. ഈശോ വന്നത് അഡ്മിഷൻ തരാനല്ല. ഈശോ വന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്. ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പാപങ്ങളാണ്, കുറവുകളാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പാപത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പാപം, എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ഒരു പാപത്തിൻ്റെ ചായ്ച്ചിലാണ് നമ്മളിന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഈശോയ്ക്ക് വെച്ചു കൊടുക്കണം, ഈശോയുടെ കയ്യിലേൽപ്പിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഈ പറയുന്ന പാപമാണ് എല്ലാ പാപങ്ങളുടെയും മൂല കാരണം. ലോകത്തിൽ ഇന്ന് കാണുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ, ഈ പാപങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം ഒറ്റ പാപം. ഈ പാപത്തിൽ നിന്ന് വേരുപൊട്ടിയാണ് ബാക്കി എല്ലാ പാപങ്ങളും പടല പോലെ പന്തലിക്കുന്നത്. അതുകൊണ്ട് ഈ പാപം വേരോടെ നമ്മുടെ ജീവിതത്തിന് എടുത്തു മാറ്റിയാൽ, അത് ഈശോയ്ക്ക് വിട്ടുകൊടുത്താൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകും. ഹല്ലേലൂയ. വിശ്വാസമില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാപത്തെക്കുറിച്ച്, ഏതിൻ്റെ പാപത്തെക്കുറിച്ച് നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരാണ് അനുസരണക്കേട്. അനുസരിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റൊരാളെ അനുസരിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റൊരാളെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ മമ്മിക്ക് എന്നെ അറിയാം, ഈ പപ്പായ്ക്ക് അറിയാം. എന്നെ ആരും പഠിപ്പിക്കേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഇതിൻ്റെ പേരാണ് അനുസരണക്കേട്. എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും അനുസരിക്കാനോ ആർക്ക് കീഴ്പ്പെടാനോ തയ്യാറല്ലാത്ത ഒരു പ്രകൃതം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ട് ഈ ക്രിസ്മസിനെ ധ്യാനിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നമ്മൾ വായിച്ചു കേൾക്കണം. ദൈവം തന്നെ താഴ്ത്തിയത് കൊണ്ടാണ് ക്രിസ്മസ് ഉണ്ടായത്. ദൈവം
തൻ്റെ സർവമഹത്വത്തിലൂടെ വാണിരുന്ന ദൈവം ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് വിട്ട് താഴെ മനുഷ്യൻ്റെ ഇടയിൽ ദാസനെ പോലെ കാണപ്പെട്ടു. ഇതാണ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ദൂത് ഇതാണ്. ഈ ദൂത് നമ്മൾ ഏറ്റെടുക്കാതെ ആഘോഷം നടത്തിയാൽ വെറുതെ ആരോഗ്യം കളയാമെന്നേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ക്രിസ്മസിൻ്റെ ആനന്ദത്തിലേക്ക് വരില്ല. അതുകൊണ്ട് നമുക്കിത് വായിച്ച് കേൾക്കാം. ഫിലിപ്പിയർ 2:5-8 വരെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഇതാണ് ക്രിസ്മസ്. നമ്മൾ ഈ ഒരു ചിത്രം മനസ്സിൽ കാണണം. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ഒറ്റ വാക്കുകൊണ്ട് ചെങ്കടലിനെ വിഭജിച്ചവനാണ്. ഒറ്റ വാക്കുകൊണ്ട് മരുഭൂമിയിലെ പാറ പിളർത്ത് വെള്ളം കൊടുത്തവനാ. ഒറ്റ വാക്കുകൊണ്ട് ചരിത്രത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാ. അവൻ ദൈവമാ, അവൻ സർവശക്തനാണ്. അവനാണ് ഒരു കുഞ്ഞിനെ കണക്കെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്നത്. അവൻ ദൈവം തന്നെയാണ്. അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് സഹനം. ഈ അനുസരണം എന്ന് പറയുന്നത് ഒരു സഹനമാണ്. ഞാനൊരു കോളേജ് നടത്തുന്നുണ്ടായിരുന്നു അടൂര്. 5 വർഷം അതിൻ്റെ തുടക്കം മുതൽ ഞാനതിനെ മുന്നോട്ട് നടത്തി. 5 വർഷം കഴിഞ്ഞ് അത് ദാനിയേൽ ബെഥേലിനെ ഏൽപ്പിച്ചു. ബെഥേലിനെ ഇപ്പോഴത് അന്വേഷിച്ചിനെ ഏൽപ്പിച്ചു. അങ്ങനെ അത് മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നു. കോളേജിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് ധാരാളം യുവജനങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കോളേജിലെ ഒരു പ്രത്യേകത പറയാം. ഈ കോളേജിൽ ഞാൻ 9:15 രാവിലെ അവിടെ കരുണയുടെ ഒരു ചിത്രമുണ്ട്, കയറി ചെല്ലുന്നിടത്ത്. ഈ ചിത്രത്തിൻ്റെ മുൻപിൽ ഞാൻ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയുമായിരുന്നു, വരണം, നമ്മളൊരു പ്രാർത്ഥന നടത്തിയിട്ടാണ് ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ്സുകളിലേക്ക് പോവുക. അപ്പം ഞാനിത് സ്റ്റാഫിനോട് പറഞ്ഞു. പ്രിൻസിപ്പാളും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും കൃത്യം കോളേജിലെ എല്ലാ ടീച്ചേഴ്സും, അന്ന് ഏകദേശം 30-40 ഇടയിൽ ടീച്ചേഴ്സുണ്ട്, അവർ എല്ലാവരും ഈ കരുണയുടെ ചിത്രത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കും. അങ്ങ് കൊട്ടാരക്കപ്പുറത്തു നിന്നും ആയൂരിൽ നിന്നും അങ്ങ് ചെങ്ങന്നൂരിൽ നിന്നും ഒക്കെ വരുന്ന ടീച്ചേഴ്സ് ഈ 9:15 മുൻപ് 9:10 കൃത്യം അവിടെ വന്ന് നിന്നിരിക്കും. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം ക്ലാസ്സുകളിലേക്ക് പോകും. ഹല്ലേലൂയ. ആർക്കെല്ലാം അനുസരണമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ അനുസരണം യഥാർത്ഥത്തിൽ ക്രിസ്തീയ അനുസരണമാണോ? നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ കൃത്യമായിട്ട് പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജോലി മേഖലകൾ കൃത്യമായി ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം കൃത്യസമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്, ഈ അനുസരണം ക്രിസ്തീയമായ അനുസരണമാണോ? അല്ല. ഈ അനുസരണം അതൊരു നിയമത്തിൻ്റെ പേരിൽ നടത്തുന്ന അനുസരണം, അതൊരു ചട്ടത്തിൻ്റെ പേരിൽ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ പേരിൽ നടത്തുന്നതാണ്. അത് ഒരു നയത്തിൻ്റെ പേരിൽ നടത്തുന്നതാണ്. അതൊരു നയതന്ത്രത്തിൻ്റെ പേരിൽ നടത്തുന്നതാണ്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശമ്പളം പോവും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലീവ് മാർക്ക് ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതൊരു നിയമത്തിൻ്റെ പേരിൽ ചെയ്യുന്ന അനുസരണമാണ്. അത് ക്രിസ്തീയമായ അനുസരണമല്ല. ഞാൻ എൻ്റെ നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അനുസരണം. എന്നാൽ ക്രിസ്തീയമായ അനുസരണം എന്ന് പറയുന്നത് ഒരു നാണംകടലാണ്. അതിനകത്തൊരു സഹനമുണ്ട്,
അതൊരു താഴ്ത്തിക്കെട്ടലാണ്. മക്കളെ, നിങ്ങളെക്കാളും അറിവ് കുറഞ്ഞവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങളുടെ അത്രയും പഠിപ്പില്ലവർക്ക്, നിങ്ങളുടെ അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ അവരെ അനുസരിക്കുന്നത് ഒരു ചട്ടം ആയതുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തീയമായ അനുസരണം അതൊരു നാണംകെടലാണ്. നിങ്ങളുടെ അത്രയും അറിവില്ലാത്ത നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നതാണ് ലോകം പറയുന്ന ചട്ടം. പക്ഷേ ക്രിസ്തീയമായ അനുസരണം എന്താണെന്നറിയാവോ? യേശു ക്രിസ്തു വരുന്ന അനുഗ്രഹത്തിന് അനുസരണം എന്താണെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ അനുസരണം എന്താണെന്നറിയാമോ? ഈ വിവരമില്ലാത്ത നമ്മൾ ബുദ്ധിശൂന്യരെന്ന് വിധി എഴുതുന്ന ഈ പാവപ്പെട്ട ഈ ഗ്രാമപ്രദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഈ മാതാപിതാക്കളെ, മക്കളെ, നിങ്ങൾ അനുസരിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അനുഗ്രഹങ്ങളുണ്ട്. അത് നിസ്സാരമല്ല. ഇതിൻ്റെ പേരാണ് ക്രിസ്തീയമായ അനുസരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശൂന്യതയിലാണ് ഒരു ഉയർത്തലുണ്ടാകുക. അതുകൊണ്ടാണ് ആ വചനത്തിന്റെ അവസാനം കൂടെ വായിക്കാം. ഫിലിപ്പിയർ 2:8 വാക്യം. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഈശോ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ദൈവം ഈ മനുഷ്യന്റെ ലെവലിൽ താണത് നാണംകെടല. ദൈവത്തിന് ഇത്രയും പ്രതാപവാനായ ദൈവം എന്തിനായി ഈ മനുഷ്യനായത്? നാണംകെടല. ഇനിയും അതിനുശേഷം മനുഷ്യരുടെ ഇടയിലും അവൻ ഏറ്റവും താണു. ഈ കല്ലടാവിൽ ഇതാ കിടക്കണ കിടപ്പുണ്ടോ? ഈ മൃഗങ്ങളുടെ ഇടയിൽ കിടക്കുന്ന കിടപ്പുണ്ടോ? അത്രയും ഒരു വൈക്കോൽ ഒരു തുമ്പിൽ അവനിങ്ങനെ കിടക്കുകയാണ്. അവൻ ഈ കിടക്കുന്നത് ഇത്രയും നാണംകെടൽ വേറെയുണ്ട്. പക്ഷെ അടുത്ത വചനം എന്താണെന്നറിയാമോ? ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഇന്ന് സീസറും ഹോമറും വലിയ വാഗ്മിയായ വോൾട്ടയറും ലോകത്തെ മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിമാരും നെപ്പോളിയനും എന്തിയവര്? കാണാനില്ല ഒരാളെയും. പക്ഷെ ഇന്നും നസ്രത്തിലെ ഈ 33-കാരൻ ചെറുപ്പക്കാരനെ എല്ലാവരും നെഞ്ചേറ്റിലാളിക്കും. അവനെ ഈ ഹൃദയത്തിന്റെ രാജാവായി ജനലക്ഷങ്ങൾ ഏറ്റെടുക്കുക. എന്താണെന്നറിയാൻ കാര്യം? ദൈവം അവനെ അത്യധികം ഉയർത്തി. അവന്റെ നാമം ഒരിക്കലും അന്യം നിന്ന് പോകാൻ ദൈവം അനുവദിക്കില്ല. എത്ര ദേശങ്ങൾ മാറിപ്പോയാലും, കാലങ്ങൾ വിട്ടുപോയാലും, എത്രയോ തത്വശാസ്ത്രങ്ങൾ മരിച്ചണിഞ്ഞ് മണ്ണിൻ്റെ അടിക്കുറിപ്പായി മാറിയാലും, ഇവൻ്റെ ഈ ക്രൂശിതൻ്റെ തത്വശാസ്ത്രം, കാരണം ദൈവം അവനെ അത്യധികം ഉയർത്തി. കാരണം എന്താണെന്നറിയാവോ? അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് നമ്മൾ ഈ അനുസരണമുള്ളവരായി മാറിയ നമ്മുടേക്കാൾ മുതിർന്നവരെ, നമ്മളെക്കാൾ വലിയവരെ നമ്മളൊന്ന് അനുസരിക്കാനൊക്കെ ഒന്ന് ശീലിച്ചാൽ, അവർ പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ ഒന്ന് ശീലിച്ചാൽ. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ പിതാവ്, എൻ്റെ മെത്രാപ്പോലീത്ത എന്നോട് പറയുന്ന കാര്യം ഞാൻ അനുസരിക്കാതെ പിതാവ് അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞാൽ തീർന്നു, എല്ലാ കൃപകളുടെയും വാതിൽ അടഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മളെക്കാളും അറിവോ വിവരമോ ഇല്ലാത്തവരായിരിക്കും നമ്മുടെ മുതിർന്നവർ. പക്ഷേ നമ്മൾ അവരെ അനുസരിക്കണമെന്നുള്ളത് ക്രിസ്തീയമായ സഹനമാണ്. ഒരുപക്ഷെ സമൂഹ മധ്യത്തിൽ ഇതൊരു നാണംകെടലാണ്, താഴ്ത്തിക്കെട്ടലാണ്. പക്ഷെ അതിനകത്തൊരു ഊഷ്മളതയുണ്ട്. ഡോക്ടർ ബാബു പോളിൻ്റെ ജീവിതത്തിലൊരു സംഭവം അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരിക്കൽ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവസ്നേഹം അനുഭവിച്ച ഏതെങ്കിലും നിമിഷങ്ങളുണ്ടെങ്കിൽ പറയാമോ? അങ്ങ് ഈ പള്ളി, പ്രാർത്ഥന, പൗരോഹിത്യം, സഭ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹം കുർബാനയ്ക്കൊക്കെ കൂടും. മരിക്കുന്ന ആരോഗ്യമുള്ള സമയമെല്ലാം കുപ്പായമൊക്കെ ഇട്ട് ധൂപക്കുറ്റിയൊക്കെ എടുത്ത് യാക്കോബായ സമൂഹത്തിൽ അദ്ദേഹം കുർബാനയ്ക്ക് കൂടുന്ന വ്യക്തിയായിരുന്നു. ഡോക്ടർ ബാബു പോൾ IAS, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം അപ്പനുമായി എന്തോ പറഞ്ഞ് നുടക്കി.
അപ്പം പറഞ്ഞു, നീ കളക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ ഞാൻ നിൻ്റെ അപ്പനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്നത്തെ അധികാരത്തിൻ്റെ ആ ഒരു തലയ്ക്ക് പിടിച്ച അവസ്ഥയിൽ അദ്ദേഹം അപ്പനൊക്കെ ആയിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നതിനകത്ത് ന്യായം. അങ്ങനെ പറഞ്ഞ് ഉടക്കി ഇവർ തമ്മിൽ ഭക്ഷണം പോലും കഴിക്കാതെ പോയി കിടന്നു. അവരവരുടെ മുറിയിൽ പോയി കിടക്കുകയാണ്. പക്ഷേ രാത്രി ഒരു യാമം കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഒടുവിൽ ഈ മനുഷ്യൻ എഴുന്നേറ്റു അപ്പൻ്റെ മുറിയുടെ എത്തി എന്നപ്പോൾ കാണുന്നത് അപ്പൻ്റെ മുറി പാതി തുറന്നിട്ടിരിക്കുകയാണ്. ശബ്ദമുണ്ടാക്കാതെ അത് തുറന്നു. അരണ്ട വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ അപ്പൻ കിടക്കുകയാണ്. ഒരു കൈ തലയ്ക്കൽ വെച്ചിട്ട് മറുകൈ വിരിച്ചു പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അവിടേക്ക് ഈ കളക്ടർ മകൻ ചെന്ന് ഇരുന്നു. മെല്ലെ ഈ അപ്പൻ്റെ വീണ് കിടക്കുന്ന കയ്യിലേക്ക് ഈ മകൻ തല ചായ്ച്ചു. കിടന്നപ്പോൾ ആ പാതിരാത്രിയിൽ ഉറങ്ങാതെ കിടന്ന അപ്പൻ മെല്ലെ ഈ മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയായിരുന്നു കാതിൽ, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന, ചെറുതാകുന്ന, നാണംകെടലിൻ്റെ, താഴ്ത്തിക്കെട്ടലിൻ്റെ ഒരു സംസ്കാരമുണ്ട് ക്രിസ്തീയതയിൽ. ഇത് മറ്റെങ്ങുമില്ല. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണണം. ഉത്തരേന്ത്യയിലെ ഗാവുകളിൽ, വില്ലേജുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മിഷനറിമാർ ചെയ്യുന്ന ത്യാഗോജ്വലമായ മിഷൻ പ്രവർത്തനമാണ്. അതിൻ്റെ ഒടുവിൽ സിസ്റ്റർ റാണി മരിയയുടെ ചിത്രമാണ്. റാണി മരിയ കൊല്ലപ്പെടുന്നുണ്ട്. വളരെ കിരാതമായി കൊല്ലപ്പെട്ടതിന് ശേഷം തിരികെ നമ്മൾ കാണുന്ന രംഗങ്ങൾ, ഈ സിസ്റ്ററിൻ്റെ അനിയത്തി ഈ കൊലപാതകിയുടെ കയ്യിൽ ചെന്നിട്ട് രാഖി കെട്ടി, നീ എൻ്റെ സഹോദരിയെ കൊന്നയാളാ, പക്ഷേ നീ എൻ്റെ സഹോദരനാ. അങ്ങനെ ഒരച്ഛൻ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് തൻ്റെ ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ കേരളക്കരയിൽ റാണി മരിയ സിസ്റ്ററിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഈ അമ്മ ഈ മകനെ ചേർത്ത് പിടിക്കുന്നതും ആ കരങ്ങളിൽ, സ്വന്തം മകളെ കുത്തിക്കൊന്ന കരങ്ങളിൽ ചുംബിക്കുന്നതുമൊക്കെ വെറും ചിത്രീകരണത്തിന് വേണ്ടി ചിത്രീകരിച്ചതല്ല, നടന്ന സംഭവങ്ങളാണ്. ഇതാണ് ക്രിസ്തീയ ഭാഷ. ആളുകൾ ചോദിച്ചേക്കാം, ഇതൊക്കെ ന്യായമാണോ? ഇതൊക്കെ നീതിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതൊക്കെ നാണംകെടലല്ലേ? ഇതൊക്കെ താഴ്ത്തിക്കെട്ടലല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയമായ സഹനം, ഇതാണ് അനുസരണം, ഇതാണ് ചെറുതാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് പുൽക്കൂട്, ഇതാണ് ക്രിസ്മസിൻ്റെ മെസ്സേജ്. ഇങ്ങനെ ചെറുതാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ മുൻപിൽ ഇത് തീർത്തും അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ചെറുതായിട്ട് കാര്യമില്ല. അവനെന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവളെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്, അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ സുവിശേഷം, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും പറയാറില്ല. ഒരുപക്ഷെ കരങ്ങൾ ഉയർത്താനും കൈയടിക്കാനും തുള്ളിച്ചാടാനും ഹല്ലേലൂയ പറയാനും ഒക്കെ നമുക്ക് സാധിക്കും. ഈസിയാണ്. സിമ്പിളായിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഒരാത്മീയതയുടെ ഒരു അടരുകൾ നമ്മൾ സെൻസ് ചെയ്യാൻ പഠിക്കണം. എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്? സത്യസന്ധതയുടെ, കരുണയുടെ, നീതിയുടെ ഒരു ക്രിസ്തുവുണ്ട്. എളിമപ്പെടുന്ന, നാണം കെടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഒരിക്കൽ ഒരച്ഛൻ്റെ ജീവിതകഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാട്രിക് എന്നാണ്. അമേരിക്കയിലെ അദ്ദേഹം സെനറ്റിൻ്റെ മെമ്പറായി. അദ്ദേഹം അവിടുത്തെ സെനറ്റ് മെമ്പറായി. ഈ അച്ഛൻ, അദ്ദേഹം സൊസൈറ്റി ഓഫ് ജീസസിലെ അംഗമാണ്, SJ കോൺഗ്രിഗേഷനിലെ അംഗമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ സെനറ്റ് മെമ്പറായി 6 വർഷത്തോളം അവിടുത്തെ സേവനമൊക്കെ കഴിഞ്ഞപ്പോൾ റോമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അധികാരി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ പാട്രിക്, യു ഹാവ് ടു കം ബാക്ക്. ഇവിടെ പുതിയ ഒരു ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിക്കാനുണ്ട്, അദ്ദേഹം വരണം. അപ്പോൾ അദ്ദേഹം അവിടുന്ന് മറുപടി, അന്നത്തെ കാലത്താണ്, വർഷങ്ങൾക്ക് മുൻപാണ്, ടെലിഗ്രാം ചെയ്തു, ഞാൻ ഒരു സക്സസ്ഫുൾ പാർലമെൻറ്റേറിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് എൻ്റെ ആളുകൾ, ഈ പാർട്ടിയും പറയുന്നത്,
ഞാൻ ഒരിക്കൽ കൂടി ഈ സെനറ്റ് മെമ്പറാകണമെന്നാണ്. അതിനുള്ള നോമിനേഷൻ കൊടുക്കേണ്ട സമയമായി. അതുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം തരണം. പക്ഷേ ഈ ടെലഗ്രാം ഇവിടെ എത്തി. അതിനുള്ള മറുപടി ഇവർ തിരികെ കൊടുക്കാൻ താമസിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതി, ഞാനിവിടെ വീണ്ടും നോമിനേഷൻ കൊടുക്കാനുള്ള സമയമായി, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ മറുപടി കിട്ടാഞ്ഞിട്ട് അദ്ദേഹം നോമിനേഷൻ കൊടുത്തു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇലക്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പായപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നിന്ന് ടെലഗ്രാം കിട്ടി, നോ ഫാദർ പാട്രിക്, യു ഹാവ് ടു കം ബാക്ക്. അച്ഛൻ തിരികെ വരണം, അച്ഛനെ വേറൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാനുണ്ട്. പക്ഷേ അദ്ദേഹം മറുപടിയായിട്ട് തൻ്റെ കയ്യിലിരുന്ന കോപ്പി ലെറ്റർ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ പ്രശ്നമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് 2 തവണ ചോദിച്ചിരുന്നു സുപ്പീരിയറിനോട്, ഞാൻ തിരികെ വരാം, പക്ഷേ ഈ ഒരു അവസരം കൂടി തരുമോ? അതിന് മറുപടി എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അപേക്ഷ കൊടുത്തതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുപ്പീരിയർ ജനറൽ വീണ്ടും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നോ ഫാദർ പാട്രിക്, യു ഹാവ് ടു കം ബാക്ക്. ഇത് സമൂഹത്തിൻ്റെ നിയമമാണ്, അനുസരിക്കണം. അദ്ദേഹം പറഞ്ഞു, നോ, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ പ്രശ്നമാ, ഞാനിത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ സുപ്പീരിയർ ജനറൽ റോമിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അമേരിക്കയിൽ ചെന്നു. ഫാദർ പാട്രിക്കിനെ കണ്ടു. ഫാദർ പാട്രിക്ക് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തെ കണ്ടു, സന്ദർശിച്ചു. 2 പേരും കുശലാന്വേഷണമൊക്കെ നടത്തി. അവരുടെ സംസാരത്തിന് ശേഷം കാര്യത്തിലേക്ക് കടന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പതിവ് പല്ലവി ആവർത്തിച്ചു, സോറി സുപ്പീരിയർ, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ് വാസ് യുവേഴ്സ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നമായതുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയും എൻ്റെ ആളുകളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇനിയും രക്ഷയില്ല എന്ന് കണ്ടു. ഇനിയും സംസാരിച്ചിട്ട് കഥയില്ല. അദ്ദേഹം മെല്ലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഫാദർ പാട്രിക്, യെസ്, നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം, നമുക്ക് അല്പനേരം പ്രാർത്ഥിച്ച് ഇത് സമാപിപ്പിക്കാം. അങ്ങനെ 2 പേരും കൂടി അവിടെ ഒരു കുഞ്ഞു ചാപ്പലുണ്ട് ആശ്രമത്തിൽ. ആ ദേവാലയത്തിൽ ചാപ്പലിൽ ചെന്ന് മുട്ടുകുത്തി അല്പനേരം പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞു. സുപ്പീരിയർ ജനറൽ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലിറങ്ങി. അദ്ദേഹം പാർലറിൽ പോയിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഫാദർ പാട്രിക്കിനെ കാണാനില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് സ്വീകരണ മുറിയിൽ ചെന്നു. ആളുകളെല്ലാം നിൽക്കുമ്പോൾ അദ്ദേഹം മെല്ലെ അല്പനേരം നോക്കി നിന്നിട്ട് അവിടെ ആ സുപ്പീരിയർ ജനറലിൻ്റെ മുൻപിൽ മുട്ടുകുത്തി. എന്നിട്ട് ആ കരം പിടിച്ച് ചുംബിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഐ ഒബേ യു, ഞാൻ നിന്നെ അനുസരിക്കുന്നു. ഈ 10 മിനിറ്റ് കൊണ്ട് എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഈ ചാപ്പലിൽ ഒരു 33കാരൻ ചെറുപ്പക്കാരൻ അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം മുഴുവനും നാണം കെടുത്തിയാലും, എത്ര ആളുകൾ താഴ്ത്തിക്കെട്ടിയാലും, എന്തെല്ലാം നഷ്ടം സഹിക്കേണ്ടി വന്നാലും, ഈ നാണം കെടലിന് വിധേയനാകാൻ ഒരു പ്രേരണ അവൻ തരും. ഇതാണ് ക്രിസ്തീയമായ സഹനം. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയാണ് നമ്മളോട് പറഞ്ഞത്, മക്കളെ അനുസരിക്കുക. അനുസരണം പരിശീലിക്കണം. ഇത് ജനിക്കുമ്പോഴേ ആരും ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഈ അനുസരണം. അതുകൊണ്ടാണ് അവൻ അനുസരണം അഭ്യസിച്ചു എന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനം വായിക്കാമോ? ഇത് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന സിദ്ധിയൊന്നുമല്ല ഈ അനുസരണം. ജനിക്കുമ്പോഴേ വെട്ടൊന്ന് മുറി 2, തെറിക്കുത്തരം മുറിപ്പത്തല് എന്ന് പറയുന്ന കണ്ടില്ലേ ചില പിള്ളേരുടെയൊക്കെ കയ്യിലിരിപ്പ്? ഇതാണ് ശീലം, ഇതാണ് നമ്മളുടെ ഇൻബോൺ ക്യാരക്ടർ. ഇതെല്ലാം മനുഷ്യരിലുമുണ്ട്. ഇത് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഗിഫ്റ്റൊന്നുമല്ല. പക്ഷേ കാലങ്ങൾ കൊണ്ട് നാം ഇതിനെ അഭ്യസിപ്പിക്കണം, ഇത് പരിശീലിക്കണം. വായിക്കാം ഹെബ്രായർ 5:8. പുത്രനായിരുന്നിട്ടും
തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ഈശോയെ കുറിച്ച് പറയാണ്. ഈശോ പോലും ഇത് പ്രാക്ടീസ് ചെയ്തു. എന്ത്? അനുസരണം. ഈ മാതാപിതാക്കൾക്ക് വിധേയരായി 30 വർഷം താമസിച്ചപ്പോൾ ഈശോ ഇത് പരിശീലിച്ചു. ഒരു തവണ പോലും പാളിപ്പോകാത്ത വിധം അനുസരണം പ്രാക്ടീസ് ചെയ്തു. പലയിടങ്ങളിൽ നാണം കെടേണ്ടി വന്നു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തീയമായ സഹനം. അതിന് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒന്ന് എളിമപ്പെടാൻ, താഴാൻ, വിട്ടുകൊടുക്കാൻ, നമ്മളെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ. ഇത് ദൈവം നമുക്ക് തന്നൊരു നിയമമാണെങ്കിൽ, ദ ഇൻറ്റൻഷൻ ഓഫ് ദ ലോ ഗിവർ, ഒരു നിയമം നമുക്ക് തന്നാൽ നിയമദാതാവിൻ്റെ ഒരു നിയോഗമുണ്ട്. ദൈവം നമ്മളോട് പറയാണ്, മക്കളെ, മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുക്കന്മാരെ അനുസരിക്കണം. അതൊരു പക്ഷെന്നുണ്ടെങ്കിൽ താഴ്ത്തിക്കെട്ടലാണ് തോന്നിയേക്കാം. പക്ഷേ ഈ നിയമം ദൈവം നമുക്ക് തരുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കണം, അതിനകത്ത് ദൈവത്തിനൊരു നിയോഗമുണ്ട്. ഇതിലൂടെ ദൈവത്തിന് നിന്നെക്കുറിച്ച് നേടിയെടുക്കേണ്ട ചില പദ്ധതികളുണ്ട്. ഈ നാണംകടലിൽ നിനക്ക് നിന്റെ തലമുറയ്ക്ക് കിട്ടാൻ ഇരിക്കുന്ന കൃപകളുണ്ട്, നിത്യജീവനുണ്ട്. ഇവിടെ മാത്രമേ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. പിശാചുക്കളെയൊക്കെ ബന്ധിക്കുന്ന, പിശാചുക്കളെയൊക്കെ ആട്ടി ഓടിക്കുന്ന ഒത്തിരിയേറെ ശുശ്രൂഷകൾ നമുക്കൊക്കെ അറിയാം. ഏറ്റവും വലിയ പിശാചുക്കളൊക്കെ അടയിരിക്കുന്നത് മനസ്സിൻ്റെ ഈ അടിത്തട്ടിലാണ്, ഈ മർക്കടമുഷ്ടികളിലാണ്, ഈ പിടിവാശികളിലാണ്, ഈ ക്രോധ സ്വഭാവങ്ങളിലാണ്, ഈ മുറുമുറുപ്പുകളിലാണ്. ചിലരെ കാണുമ്പോൾ വെട്ടിത്തിരിഞ്ഞു പോകാനുള്ള ഈ പ്രവണതകളിലാണ്. നാം പുരികം വളയ്ക്കുന്ന രീതി, നാം ചുമല് വെട്ടിക്കുന്ന രീതി, ഇതിലൊക്കെയാണ് ഈ അടിമത്തങ്ങളിരിക്കുക. പിശാചുക്കൾ അട്ടപടല കയറിയിരിക്കുന്നത്. ഇതിനെയാണ് ബന്ധിക്കപ്പെടേണ്ടത്. ഇതാണ് ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഗോഡ് അക്സെപ്റ്റ്സ് എ ചിയർഫുൾ ഗിവർ എന്നൊരു വചനമുണ്ട്. സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്വീകരിക്കുന്നത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്വീകരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ നമുക്ക് ഒരു സഹനം ഏറ്റെടുക്കാൻ സന്തോഷപൂർവ്വം തയ്യാറാകുമോ? നാണം കെടാൻ, വിട്ടുകൊടുക്കാൻ, മിണ്ടാൻ. എന്നെ അവൾ വിളിക്കാറില്ല, എന്നോട് അവൾ മിണ്ടാറില്ല, എന്നെ അവൾ സംസാരിക്കാറില്ല എന്ന് പരാതി കേൾക്കുന്ന എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല അച്ഛാ. എന്തുകൊണ്ട് നമുക്കൊന്ന് പോയി മിണ്ടാൻ പറ്റണില്ല? ഇത് സഹനമാ, നാണം കെടലാ. ആ മേഖലകളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു നാണം കെടലിന് തയ്യാറായാൽ അത് ദൈവം സ്വീകരിക്കും. സന്തോഷപൂർവ്വം നൽകുന്ന ഈ പ്രവണതയുണ്ടല്ലോ, ഗോഡ് ആക്സെപ്റ്റ്സ് എ ചിയർഫുൾ ഗിവർ. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്വീകരിക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ പേഴ്സണാലിറ്റിയുടെ വളർച്ച നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമുക്കെല്ലാം അറിവുണ്ട്, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്. ഇനി എന്തിനാണ് ആളുകളെ അനുസരിക്കുന്നത്? ഇനി എന്തിനാണ് അവരെയൊക്കെ കേൾക്കുന്നത്? ഇങ്ങനെ ചിന്ത നമുക്കൊക്കെ വരാം. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ഈ അധികാരവും പേഴ്സണാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ പണവും പ്രതാപവും കീർത്തിയും ആരോഗ്യവും ശക്തിയും കുടുംബമഹിമയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ നമ്മെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിന്നേക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ അംഗീകരിക്കണമെന്നില്ല. ഈ അധികാര കസേരയും വ്യക്തിത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും മനസ്സിലാക്കണം. ബൈബിളിലെ ഒരു സംഭവം വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു സംഭവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഒരു സംഭവം, ഒരു ഉപമ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത്, നമ്മൾക്ക് ചിലർക്ക് അധികാരമുണ്ട്, നമുക്ക് ചിലർക്ക് ജോലിയുണ്ട്, ആരെ ആശ്രയിക്കാതെ കഴിയാനുള്ള ബന്ധുബലമുണ്ട്, പണമുണ്ട്, നമുക്ക് കഴിവുണ്ട്.
നമുക്ക് ചില തസ്തികകളുണ്ട്, ഡിഗ്രികളുണ്ട്. ഇതൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില അധികാരങ്ങളാണ്. പക്ഷേ ഈ അധികാരവും നമ്മൾക്ക് ഈ പവറും തമ്മിൽ പേഴ്സണാലിറ്റി വ്യക്തിത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. യോത്താം ഇതറിഞ്ഞ് ഗരിസിം മലയുടെ മുകളിൽ കയറി ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശെക്കേം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ഒരു കഥയാണ്. ഒരാൾ വന്നൊരു കഥ പറയുകയാണ്. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. വൃക്ഷങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. വൃക്ഷങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്കൊരു ആര് വേണം? രാജാവിനെ വേണം. വായിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവു മരത്തോട് പറഞ്ഞു. ഒലിവു മരത്തെ നോക്കിയിട്ട് അവർ പറഞ്ഞു, വൃക്ഷങ്ങളെല്ലാം പറഞ്ഞു, കൊള്ളാം, നീ ഞങ്ങളുടെ മേൽ വാഴണം. ഒലിവെണ്ണ കൊടുക്കുന്ന, ഒലിവങ്ക കൊടുക്കുന്ന ഒലിവു മരം വളരെ സമാധാനത്തിൻ്റെ മരമാണ്, ഒലിവിലകളൊക്കെ. അതുകൊണ്ട് ഒലിവ് മരമേ, നീ ഞങ്ങളുടെ രാജാവാകണം. ഉടനെ ഈ ഒലിവ് വൃക്ഷം എന്താ പറയുന്നതെന്ന് അറിയാമോ? ഒലിവു മരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? ഒലിവ് മരത്തിന് ജ്ഞാനം കിട്ടി. ഒലിവ് മരം പറഞ്ഞു, ഈ രാജത്വവും രാജാവും കസേരയും ഒക്കെ ടെമ്പററിയാണ്. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടൊരു അഭിഷേകമുണ്ട്. എന്താണെന്നറിയാമോ? രാജാക്കന്മാരെ അഭിഷേചിക്കുക, പ്രവാചകന്മാരെ അഭിഷേചിക്കുന്ന എണ്ണ ഞാനാ കൊടുക്കുന്നേ. എൻ്റെ ഈ ഒരു കൃപ മറന്നിട്ട് അല്പനേരത്തേക്ക് കസേരയിലിരിക്കാനോ? സലാം, ഞാനില്ലെന്ന് പറഞ്ഞു. അടുത്തതോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം കൂടെ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തി നല്ല മറ്റൊരു വൃക്ഷമാണ്. അപ്പം ഒലിവ് വേണ്ടെങ്കിൽ സെക്കൻഡ് ചാൻസ് അത്തി വരൂ, ഞങ്ങളെ ഭരിക്കൂ. അത്തി എന്താ പറഞ്ഞേ? രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? അതെ, അത്തിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അത്തിയുടെ ഫ്രൂട്ട് സൂപ്പർ ഫ്രൂട്ടാണ്. നമ്മളൊക്കെ ഈ തണലിന് വേണ്ടിയിട്ട് കുറിച്ചിരിക്കുന്ന ഒരു ഒട്ടമരം കണക്കുള്ള അത്തിയല്ല. നമ്മൾ ഈ പൗരസ്ത്യ നാടുകളിലൊക്കെ പോകുമ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന അത്തി, ഫിഗ് ട്രീ. അപ്പോൾ ഇത് വളരെ വളരെ ശ്രേഷ്ഠമായ അത്തിപ്പഴം. അത്തിയടകൾ കൊണ്ട് പരുവിലൊക്കെ വെച്ച് സൗഖ്യപ്പെടുന്നതൊക്കെ ബൈബിളിലുണ്ട്. അത്ര മെഡിസിനിൽ കൂടിയാണ്, ഔഷധമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോഴേ അത്തിമരത്തോട് എന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ രാജാവാകണം. പക്ഷെ അത്തി പറഞ്ഞു, എനിക്ക് എൻ്റെ ഫ്രൂട്ടിനെ കുറിച്ച് അറിവുണ്ട്. എൻ്റെ ക്വാളിറ്റി ഉള്ളിൽ നിന്ന് വരുന്ന ക്വാളിറ്റിയാ. അല്പനേരം കസേര കിട്ടിയത് കൊണ്ടോ കുറച്ച് ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിയത് കൊണ്ടോ ഉള്ള ഒരു സ്ഥാനമല്ലിത്. ഉള്ളിൽ നിന്ന് എനിക്ക് വരുന്ന ഒരു കൃപയുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കസേര വേണ്ട. അടുത്തത്. അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു. ആരോട്? മുന്തിരിയോട്. മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. മുന്തിരി സൂപ്പർ അല്ലേ? വീഞ്ഞ് എന്താ മുന്തിരി പറഞ്ഞേ? ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പൊ മുന്തിരിക്ക് മനസ്സിലായി, നല്ല ഫ്രൂട്ട്, ഈ വീഞ്ഞ്, ഈ ലഹരി ഇത് കൊടുത്തുകൊണ്ടിരിക്കുക, നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനകത്തൊരു കൃപയുണ്ട്. അന്നേരമാണ് പെട്ടെന്ന് ജോലി മാറ്റിയിട്ട് എന്നെ പ്രസിഡൻ്റ് ആക്കി വെച്ച്, എന്നെ ഇപ്പോൾ ഇന്ന ചാർജ് ഹെഡ് മാസ്റ്റർ ആക്കി വെച്ച്. മുന്തിരി പറഞ്ഞു, സോറി, ഞാനിങ്ങനെ കഴിഞ്ഞോളാം. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഈ തസ്തികളൊന്നും വേണ്ടെന്നല്ല, മറിച്ച് ഒരു പാഠം നമ്മൾക്ക് പറഞ്ഞു തരാനാ. അടുത്തോട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അടുത്തത്. അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു. ആരോട്? മുൾപടർപ്പ് മനസ്സിലായോ? ഇവിടെ ഒന്നും അതില്ലെന്ന് തോന്നുന്നു. മുൾപടർപ്പ്
അതിങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. കാണുമ്പം നല്ല ഇലച്ചാർത്ത് ചെന്നങ്ങോട്ട് തൊടുമ്പോൾ അറിയാം. ഈ മെക്കിട്ട് കയറുന്ന, വരിച്ചു മുറുക്കുന്ന, ഈ കെട്ടിയിടുന്ന ചില ആളുകളുണ്ട്. കാണുമ്പോൾ നല്ല രസമാണ്. കസേര കെട്ടി 2 ദിവസം കഴിയുമ്പോൾ സ്വഭാവം പുറത്തു വരും. 2 ദിവസം കഴിയുമ്പം ഈ മുൾപ്പടർപ്പിൻ്റെ സ്വഭാവം. അപ്പോൾ എല്ലാവരും കൂടെ ചെന്നിട്ട് പറഞ്ഞു, ആർക്കും വയ്യാലോ, അതുകൊണ്ട് മുൾപ്പടർപ്പേ ഞങ്ങളുടെ രാജാവാക. മുൾപ്പടർപ്പ് എന്നാ പറഞ്ഞെന്നറിയാവോ? കേക്ക്. മുൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവേ. ഈ വോട്ടിംഗ് യന്ത്രത്തിൽ പ്രത്യേകിച്ചൊന്നും കള്ളക്കളികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല മനസ്സോട് തന്നെയാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്താ പറഞ്ഞേ? എന്റെ തണലിൽ അഭയം തേടുവിൻ. എന്റെ തണലിൽ അഭയം തേടുവിൻ. വരാൻ പറഞ്ഞു, എല്ലാവരും വരാൻ പറഞ്ഞു. ഭരണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വഭാവം എന്താ? അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ തീ ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ കസേരയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എനിക്ക് ഒരു കസേര കിട്ടി വികാരി എന്ന നിലയിൽ. ഒരു കടലാസ് തിരുമേനി തരുന്നത് വരെ ഉള്ളൂ ഈ കസേര. കടലാസ് വന്നു, ട്രാൻസ്ഫറായി, കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ കസേര എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് നിങ്ങൾ പറയും, അച്ഛാ അപ്പുറത്തോട്ട് മാറിയിരിക്കാൻ പറയും. കാരണം ഞങ്ങൾക്ക് പുതിയ വികാരി അച്ഛൻ വന്നെന്ന് പറയും. ഇതാണ് അധികാരം. എന്നാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ദൈവം ഉള്ളിൽ തരുന്ന കൃപയാണ്. അത് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ക്രിസ്തീയമായ സഹനങ്ങളിലൂടെയൊക്കെയാണ് ദൈവം തരുന്നത്. നാണം കെടലും താഴ്ത്തിക്കെടലും ഒക്കെ ഉണ്ടാകും. പക്ഷേ പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണോ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ താണുപോവില്ല. ലോകത്തിൻ്റെ കണ്ണിൽ നാണം കെടലാണ് തോന്നിയേക്കാം. പക്ഷെ ദൈവം നമുക്കൊരു വ്യക്തിത്വം, ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഇടിച്ചു താക്കാനാവില്ല. കാരണം അധികാരം എന്ന് പറയുന്നത് കസേരയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ദൈവം നമുക്കൊരു വ്യക്തിത്വം, അത് നമ്മുടെ പേഴ്സണാലിറ്റി, അത് ദൈവം തന്നിരിക്കുന്ന വലിയൊരു തിരഞ്ഞെടുപ്പാണ്. അതിനാണ് ക്രിസ്തീയമായ സഹനങ്ങൾ. ഞാൻ ഈ ദിവസം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ്. ഇത് പുൽക്കൂട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ നാണംകെടലൊക്കെ നമുക്ക് ഇന്ന് പറ്റാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതം സാഹസികമാണ്, പക്ഷേ ഇത് ആസ്വാദ്യകരമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് സാഹസികമായൊരു ജീവിതമാണ്. ഇങ്ങനെയൊക്കെ വേണോ? എനിക്ക് നാണംകെടൽ ആവശ്യമാണ്. വിട്ടുകൊടുക്കണോ? തോറ്റു കൊടുക്കണോ? പ്രിയപ്പെട്ടവരെ, തന്നെ താഴ്ത്താൻ ക്രിസ്തു നമുക്ക് കാണിച്ചത് ഈ മനസ്സ് മറക്കരുത്. ഈ നാണംകെടലാണ് സാഹസികമായ ജീവിതം. ഇതാണ് ദൈവം നമുക്ക് തരുന്ന ആസ്വാദ്യകരമായ ജീവിതം. ഇതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഒരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു സിമ്പിൾ സ്പിരിച്വാലിറ്റി തരാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരുപാട് ഉപവാസങ്ങളും പ്രാർത്ഥനകളും വലിയ ചൊല്ലിക്കൂട്ടലുകളും ഒന്നുമില്ലെങ്കിലും കർത്താവേ, സിമ്പിളായി അങ്ങയുടെ മുൻപിൽ എളിമയോടെ വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനും മറുത്തു പറയാതിരിക്കാനും, ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ നിശബ്ദരാകുവാനും, നാം ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ ശരിയായിരിക്കാം, നാം ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ നാണം കെടേണ്ടി വന്നേക്കാം, എന്നാലും മൗനമൊക്കെ അവലംബിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ക്രിസ്മസ് നമുക്ക് എഴുന്നേറ്റ് ഈ ആരാധനയിൽ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും.